തൃശ്ശൂർ ജില്ലാ കളക്ടർ വിചാരിച്ചതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. ദുരന്തം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂര അതിനകത്തുള്ള സീലിംഗ് മുഴുവനും കൂടെ തകർന്ന് താഴെ വീണു. അതായത് കോടാലി എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ്. ആ കോടാലി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണത്. ആ ഗ്രാമത്തിലെ ഗവൺമെൻറ് LP സ്കൂളിലെ കെട്ടിടത്തിൻ്റെ മേൽക്കൂര, ആ മേൽക്കൂര എന്ന് പറഞ്ഞാൽ അത് അസംബ്ലി ഹാളാണ്. അതായത് സ്കൂൾ അസംബ്ലി നടത്തുന്നതാണ്. ഈ മഴയത്തൊക്കെ കുഞ്ഞുങ്ങളെല്ലാം വന്ന് കൂടുന്നത് അതിനകത്താണ്. ആ കെട്ടിടത്തിൻ്റെ അതിൻ്റെ മേൽക്കൂരയിൽ സീലിംഗ് ഉണ്ടല്ലോ, മുഴുവനായിട്ട് തകർന്നു പോകുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടല്ലോ, ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം, ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 2023 കഴിഞ്ഞാണ്. 2 വർഷം പോലും ആയില്ല. നമ്മൾ ഈ പാലാരിവട്ടം പാലത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ, പഞ്ചവടി പാലം എന്ന് നമ്മൾ പറയും. ഏതായാലും ആ പാലം തകർന്നു വീഴുന്നതിന് മുമ്പ് തന്നെ അത് ഇടിച്ചു കളഞ്ഞിട്ട് വേറെ ഒരു പാലം അവിടെ പണിഞ്ഞു. ആ പാലം പണിഞ്ഞതും വളരെ ഇടുങ്ങിയ ഒരു പാലമാണ്. അത് വലിയ പ്രയോജനമൊന്നും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല, ബുദ്ധിമുട്ടുമാണ്. കാരണം വാഹനക്കുരുക്ക് ഒക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിനകത്ത്. കാരണം അതിൻ്റെ സ്ഥലം കുറവായതുകൊണ്ടാണ്. ആ പാലത്തിൻ്റെ കുറ്റമല്ല, അവിടെ ഗവൺമെൻറ് സ്ഥലം റോഡിന് വേണ്ടി എടുക്കാനില്ലാതായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അടുത്തൊക്കെ വലിയ കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ശരി, നമ്മൾ അങ്ങനെ ഒരു പാലത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇത് ഓരോ കാരണം ഈ നിർമ്മാണ സ്റ്റേജിൽ തന്നെ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണെന്നറിയോ, ഇതിന് ആവശ്യത്തിന് സിമൻറ്റോ ഈ കമ്പിയോ ഇതൊന്നും ആവശ്യത്തിന് ഉപയോഗിക്കാതാണ് ഈ കോൺക്രീറ്റൊക്കെ പലപ്പോഴും ചെയ്തു വരുന്നത്. അങ്ങനെ വരുന്നുണ്ടേ നിർമ്മാണ സ്റ്റേജിൽ തന്നെ ഇതങ്ങ് തകർന്നു വീഴും. ഇനി അത് തകർന്നു വീണില്ലെങ്കിലോ, വലിയ കാലതാമസം കൂടാതെ ഒരു 10 വർഷത്തിനകത്തൊക്കെ തന്നെ ഇത് പൊളിഞ്ഞ് നാശമായി തുടങ്ങും. അങ്ങനെയുള്ള ഒരുപാട് നിർമ്മാണങ്ങൾ നമ്മൾ കാണുന്നതാണ്. എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഒക്കെ വേണ്ടിയുള്ള കാര്യങ്ങളിലുള്ള നിർമ്മാണത്തിനാണ് ഈ പറയുന്ന എല്ലാ പരിപാടികളും നടക്കുന്നത്. അത് ഇപ്പം നമ്മൾ റോഡിൻ്റെ പണി നമ്മൾ കണ്ടതല്ലേ, റോഡിങ്ങനെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇന്ന് കോഴിക്കോട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ഇതേ പോകുമെന്നുള്ളത് അറിയാൻ വയ്യ. അതായത് ഇനി ഹെലികോപ്റ്റർ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബോട്ടൊക്കെ ഓടിച്ച് വല്ല കായൽ മാർഗമോ അതുപോലെ തന്നെ വല്ല കനാൽ മാർഗമോ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വെള്ളത്തിനകത്തൂടെയൊക്കെ പോകാൻ നോക്കാം. ഇതല്ലാതെ ഇപ്പോൾ പോകാനായിട്ട് വലിയ മാർഗങ്ങളൊന്നുമില്ല. ഒരു 2-3 പ്രോഗ്രാമൊക്കെ വന്നിട്ട് പോലും ഞാൻ കോഴിക്കോട് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം എന്താ, നിവൃത്തിയില്ല, റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടായി. എങ്ങനെ വിശ്വസിച്ച് പോകും? റോഡ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ റോഡ് പിളർന്ന് 2ആയിട്ട് അങ്ങോട്ട് മാറി നമ്മൾ അങ്ങ് അകത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്താ, സൈഡ് ഇത് വെട്ടി അങ്ങോട്ട് ഇറക്കിയൊക്കെയാണ്. ഒരു 10-40 അടി ഉയരത്തിലൊക്കെയുള്ള ഭാഗം അതിൻ്റെ മലയാണ്, സൈഡ് മൊത്തം പാറയും മണ്ണും എല്ലാം കൂടി ഇടിഞ്ഞ് ഇങ്ങനെ വണ്ടിയുടെ മുകളിലോട്ട് വീഴുന്നത്. എങ്ങനെ ജീവൻ കൈ പിടിച്ചുകൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ നമുക്ക്? ആ രീതിയാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക്, അതായത് റെഡ് അലേർട്ടായിരുന്നു തൃശ്ശൂർ, അതായത് എറണാകുളം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ. അപ്പോൾ ഇന്ന് എറണാകുളത്തിനില്ല, തൃശ്ശൂർ, അതേപോലെ തന്നെ കാസർഗോഡ്, പിന്നെ മറ്റേതോ ഒരു ജില്ലയ്ക്കും റെഡ് അലേർട്ട് ആയിരുന്നു. അതായതുകൊണ്ട് ഏതായാലും അവിടുത്തെ ജില്ലാ കളക്ടർ അതിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് മാത്രം ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. ഇല്ലെങ്കിൽ ഈ അസംബ്ലി ഹാളിൽ കുഞ്ഞുങ്ങൾ കൂടുന്ന സമയത്താണ് ഇത് തകർന്നു വീഴുന്നെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് പറയാമോ. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അത് എന്തുമാത്രം വലിയൊരു ദുരന്തമുണ്ടായേനെ. അത് ഉണ്ടാവാതിരുന്നതിൻ്റെ കാരണം ഇത് അവധിയായതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ ജില്ലാ കളക്ടറുടെ ഒരു സംയോജിതമായ ഇടപെടൽ മൂലം ഈ കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് കരുതണം. അവിടുന്ന് അതിൻ്റെ ഫാനുകളും അതുപോലെ തന്നെ അതിൽ ഫിറ്റ് ചെയ്യുന്ന ഫാനും എല്ലാം തകർന്ന് താഴെ വീണു. അവിടെ അതിലുള്ള കസേരകളെല്ലാം തകർന്നു. കാരണം ഇത് അതുപോലെ ആ രീതിയിലാണ്, ആ സീലിംഗ് വെയിറ്റ് ഉള്ളതാണ്, അത് മുഴുവനായിട്ട് ഇനി വീഴിയല്ലേ, താഴെ തകർന്നങ്ങ് വീണു. ഇതൊക്കെ പണി ചെയ്ത ആളുകളുണ്ടല്ലോ, അവരുടെ ഇന്ന് ഈ നഷ്ടം മുഴുവൻ ഈടാക്കട്ടെ. ഇതാരാണെന്ന്. കാരണം 2 വർഷം പോലും ആകുന്നില്ല, തികയുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട്.
അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അന്നേരമാണ് ഇത്, ആ സമയത്താണ് ഇത് പൊളിഞ്ഞ് താഴെ വീഴുന്നത്. എന്തുമാത്രം അനാവശ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അഴിമതി അല്ലേ ഇതിൻ്റെ പുറകിലൊക്കെ ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഈ വിശ്വസിച്ച് ഈ സ്കൂളുകളിലൊക്കെ പോയിരിക്കും? ഈ കാർത്തികപ്പള്ളി നമ്മൾ കണ്ടതാണ്. ഒരു സ്കൂൾ അവിടെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഇല്ല എന്ന് പറയാൻ അത് മുഴുവൻ പെട്ടെന്നും തന്നെ പുറക്കി മാറ്റി ക്ലാസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ളത് കാണിക്കാനാക്കി കേട്ടോ. ഏതാ അത് ഒരു അതിൻ്റെ ഒരു മുൻഭാഗം മുഴുവനായിട്ട് അങ്ങ് ഇടിഞ്ഞ് താഴെ വീണു കേട്ടോ. ഒരു ഓടിട്ട അത്ര പഴയ കെട്ടിടമാണ്, ബലക്ഷയമുള്ള കെട്ടിടം, അത് ഇടിഞ്ഞു വന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ഇനിയെങ്കിലും വിചാരിക്കണം. ഇപ്പം ഒരു ഓഡിറ്റിംഗ് ഇതിനെ സംബന്ധിച്ച് നടത്തുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. എല്ലാ സ്കൂളുകളിലും പോയി പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും ഈ കോടാലി സ്കൂളിൽ ഇനി പരിശോധിക്കണമെന്നില്ല, കാരണം അതിൻ്റെ ബലം നമുക്ക് മനസ്സിലായി, വീണ് കഴിഞ്ഞു. കാർത്തികപ്പള്ളിയിലെ സ്കൂളും കെട്ടിടവും പരിശോധിക്കണമെന്നില്ല, കാരണം അതും നമ്മൾ കണ്ടതാണ്. ഇനി മറ്റ് സ്കൂളുകളെങ്കിലും എത്രയും പെട്ടെന്ന് പരിശോധിക്കണം. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ പോയിരുന്ന് പഠിക്കേണ്ടതാണ്. കൊച്ചു കുഞ്ഞായാലും അതും നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായാലും പോയിരുന്ന് പഠിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെയൊക്കെ മേൽക്കൂരയ്ക്ക് കീഴിൽ എങ്ങനെ പോയി ഇരിക്കും വിശ്വസിച്ച്? മക്കളെ എങ്ങനെ സ്കൂളിലോട്ട് അയക്കും? ഒന്നുകിൽ റോഡിൽ ലൈൻ കമ്പി പൊട്ടിക്കിടക്കും, അതിൻ്റെ അടുത്തൂടെ പോയി ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു. വളരെ വലിയ ദുരന്തങ്ങളാണ് നമ്മൾ കാണുന്നതൊക്കെ. റോഡിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ തോന്നിവാസമായിട്ട് ഓരോരുത്തന്മാർ ഓടിക്കുന്ന കാരണം നടക്കാൻ വയ്യ. റോഡിൻ്റെ പേയ്മെൻറ്റ്, അതായത് സൈഡിൽ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ അതിനകത്തൂടെ കയറ്റി വണ്ടി ഓടിക്കും. ഇതുപോലുള്ള പണികളെല്ലാം ഓരോരുത്തന്മാർ ചെയ്യും. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും, ഈ നിയമമൊന്നും അനുശാസിക്കുന്ന വിധത്തിലൊന്നും പ്രവർത്തിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അത് എങ്ങനായാലും ശരി അവൻ്റെ കാര്യം നടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്, ഇത് ഒരു വലിയ ദുരന്തം ഒഴിവായത് റെഡ് അലേർട്ട് ആയതുകൊണ്ട് മാത്രമാണ്. അതിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനെയും അതുപോലെ തന്നെ അവിടെ അവധി കൊടുത്ത ജില്ലാ കളക്ടറെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് അവരുടെ അവധി കിട്ടി. അവധി കിട്ടിയതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലോ? ഒന്ന് ചിന്തിച്ചോളൂ, നമ്മൾ എന്ത് വലിയ ദുരന്തം നമ്മൾ കണ്ടേനെ. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം. അതുകൊണ്ട് എല്ലാവരും ഈ PTA ഉണ്ടല്ലോ, PT എന്ന് പറയുന്ന വർഗം, അവരുണ്ടല്ലോ, അവരും സ്കൂൾ അഡ്വൈസറി കമ്മിറ്റിയൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ന് പറയുന്നവരൊക്കെ നോക്കണം ഇതൊക്കെ നടന്ന്. ഇത് ഇവരുടെയൊക്കെ ജോലിയാണ്. എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം, അത് നോക്കണം, അതാണ് വേണ്ടത്. അതൊന്നും ആരും ചെയ്യുന്നില്ല. PTA എന്ന് പറയുന്നതിൻ്റെ ഭാഗം പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണല്ലോ. അതുകൊണ്ട് ഈ അധ്യാപകർ ഉണ്ടല്ലോ, ശമ്പളം വാങ്ങിച്ചാൽ പോരാ, അവരും ഇതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം എപ്പോഴും. ഹെഡ് മാസ്റ്റർ ആയാലും ഹെഡ് മിസ്ട്രസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവരിത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ വേണം. അതുപോലെ ഇതൊക്കെ PWDയുടെ ആ പരിശോധന ഈ സ്കൂളുകളിൽ, ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളിലും കാലാകാലങ്ങളിൽ നടത്തണം. പ്രത്യേകിച്ച് മഴക്കാലത്തിനൊക്കെ മുമ്പ് തന്നെ അത് പൂർത്തിയാക്കിയിരിക്കണം. എന്നിട്ട് വല്ല ബലക്ഷയമുള്ള കെട്ടിടമാണെന്നുണ്ടെങ്കിൽ അതിന് വാണിംഗ് കൊടുക്കുക, അതിലെ പ്രവർത്തിപ്പിക്കാതിരിക്കുക, അതും നോക്കണം നിർബന്ധമായും.